അധികാരത്തിലേറി രണ്ടാഴ്ചയായിട്ടില്ല. രണ്ടാഴ്ചയാകുമ്പോഴത്തേക്കോ പിണറായി വിജയൻ സംരക്ഷിച്ച് നിർത്തിയ ഈ കൊലയാളി കൂട്ടങ്ങളെ, അല്ലെ, ഈ ഗുണ്ടാ സംഘത്തെ 5 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. തെറിപ്പിച്ചു, തൊപ്പി തെറിപ്പിച്ചു. യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത്, യഥാർത്ഥത്തിൽ കേസെടുത്ത് അകത്തിടേണ്ടത് ആരെയാണെന്നറിയോ? ഈ പറയുന്ന 5 പേരെയല്ല. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നു, ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിയാണിടോ. എനിക്ക് വി ഡി സതീശൻ ചെയ്യേണ്ടത് അതാണ്. പിടിക്കേണ്ടത് അവനാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന നരാധവനാണ് ഇവർക്ക് ഇതിനുള്ള ഒത്താശകൾ ചെയ്തു കൊടുത്തത്, ഇതിനുള്ള ധൈര്യം കൊടുത്തത്, ഇതിന് ഉത്തരവിട്ടത്. അടിച്ചു കൊന്നോ ആരും ചോദിക്കാനില്ല എന്ന് പറഞ്ഞത് ഇയാളാണ്. കാരണം രക്ഷാപ്രവർത്തനം, ഒരു പേരിട്ടു, രക്ഷാപ്രവർത്തനം. നിങ്ങൾ ചെടിച്ചട്ടി കൊണ്ടോ ഹെൽമെറ്റ് കൊണ്ടോ അടിച്ചു പൊട്ടിച്ചടോ, രക്ഷാപ്രവർത്തനമാണ്. ഞാനൊന്നും കണ്ടില്ല. ലോകത്ത് ഇങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടോ? അല്ലേ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്തത് നിങ്ങൾ കാണൂല. ഞാൻ കാണാത്തത് സത്യമല്ല. നിങ്ങൾ കണ്ട്, ലോകം മുഴുവനും കണ്ട്, ദൃശ്യമാധ്യമങ്ങൾ അതാന്ന് പ്രശ്നമല്ലോ. ഞാൻ കണ്ടില്ല. മുമ്പരാണ് പണ്ട് ദേവസഭയിൽ 2 കൈ ഉയർത്തി പറഞ്ഞത്, എന്റെ കൈകൾ ശുദ്ധമാണ്. മോള് മാസപ്പടി വാങ്ങാണ്, അഴിമതിപ്പണം വാങ്ങാണ്, കോടികൾ. മൂപ്പര അക്കൗണ്ടിലേക്ക് വേറൊരു 100 കോടി കരിമണൽ കറുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയേ എന്റെ കൈകൾ ശുദ്ധമാണ്. നാവിടുത്ത കള്ളം പറയുന്ന കള്ളൻ, അല്ലേ, പിടിച്ചകത്തിടേണ്ടത് അവനാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണത്രേ. പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസ്ഥാനത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഉത്തരവിടുകയാണ്. അടിച്ചു കൊല്ലടാ എന്ന് പറഞ്ഞവൻ, അവനെതിരെയല്ലേ നടപടി വേണ്ടത്? നിങ്ങൾ പറ. യഥാർത്ഥത്തിൽ 5 പേരെ സസ്പെൻഡ് ചെയ്തതിനേക്കാൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് ഉത്തരവ് കൊടുത്ത, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവരെ സംരക്ഷിച്ച, അല്ലെ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവരെ സംരക്ഷിക്കുകയും പൊതുസമൂഹത്തോട് പറയാണ് ഇത് രക്ഷാപ്രവർത്തനമാണ്, ഇത് ഗുണ്ടാ പ്രവർത്തനമല്ല, രക്ഷാപ്രവർത്തനമാണ്. അതായത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം നടന്ന ഗുണ്ടാ പ്രവർത്തനത്തെ രക്ഷാപ്രവർത്തനമാക്കി മാറ്റിയ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ക്രൂരൻ, അല്ലേ, അയാളുടെ എന്താ പറയാ, ചിങ്കിടി കൂട്ടത്തെയാണ്, അല്ലെങ്കിൽ ഗുണ്ടാ സംഘത്തെയാണ് വി ഡി സതീശൻ 2 ആഴ്ചക്കകം ഇതാ തൊപ്പി തെറിപ്പിച്ചിരിക്കുന്നത്. ഇനി വി ഡി സതീശൻ പറയാനുള്ളത്, ഇതാ പിടിക്കണോ ഇവനെ പിടിക്കുക, ഈ പറയുന്ന കാരണഭൂതത്തെ കൂടി പിടിക്കുക, എന്നാലേ പൂർത്തിയാവുള്ളൂ. ഷൗക്കത്ത് അലി പിടിക്കും. അതായത് ഈ അന്വേഷണം കഴിഞ്ഞാൽ അടുത്ത് പോകുന്ന എ ഡി ജി പിയിലേക്ക് പോകും. ഇത് സംബന്ധിച്ച് ആരൊക്കെയാണോ ഈ കേസ് തേച്ചു മാച്ച് കളയാൻ ശ്രമിച്ചത് അവരെ മുഴുവൻ പിടിക്കും. ഇതിനൊക്കെ നേതൃത്വം നൽകിയ കാരണഭൂതത്തെയും പിടിക്കുക തന്നെ ചെയ്യും കേട്ടോ വിജയ. കാരണം ഇത് നിന്റെ പഴയ കേരളം അല്ല കേട്ടോ. വി ഡി സതീശൻ നയിക്കുന്ന ഈ സർക്കാർ നിന്നെ പൂട്ടുക തന്നെ ചെയ്യും മോനെ കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ വാർത്ത, മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന ടീമിലെ 5 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, അല്ലേ. ഇന്നിറങ്ങിയ പത്രത്തിൽ ഏതാണ്ട് അതിൻ്റെ ഒരു സൂചനയുണ്ട്. അതായത് മലയാള മനോരമ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നവകേരള മർദ്ദനം, കേസ് ഡയറി തിരുത്തി വൻ രക്ഷാപ്രവർത്തനം. അതായത് അതും കഴിഞ്ഞിട്ട് ഈ 5 പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, അതായത് നമ്മൾ ആ ദൃശ്യമല്ല, ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ള ആ ദൃശ്യമാണ് കേട്ടോ. അതായത് മുഖ്യമന്ത്രി, അതായത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്, നവകേരള ആ ബസ് യാത്ര, ആ ബസ് ഇങ്ങനെ പോകുന്നു. ആ ബസ് പോകുമ്പോഴാണ് കരിങ്കൊടി വീശുന്നത് യൂത്ത് കോൺഗ്രസിന്റെ 2 നേതാക്കന്മാർ. അതിൽപ്പെട്ട ഒരാളാണ് എ ഡി തോമസ് ആണ് ഇപ്പം അതായത് MLA ആയത്. ചിത്തരഞ്ജനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആലപ്പുഴയിൽ ജയിച്ച എ ഡി തോമസ്. അന്ന് എ ഡി തോമസും പിന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയാ കൂടെയുള്ള മറ്റൊരു നേതാവും, ഈ 2 യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ് കരിങ്കൊടി വീശിയത്. അതായത് ഈ ബസ്സിന് നേർക്ക് കരിങ്കൊടി വീശി പ്രതിഷേധം എന്ന് പറഞ്ഞാൽ കരിങ്കൊടി വീശി ബസ് കടന്നുപോയി. 2-3 വാഹനം കഴിഞ്ഞപ്പോഴാണ് ബസ് കടന്നു പോകുമ്പോഴത്തേക്ക് കരിങ്കൊടി വീശിയപ്പോൾ തന്നെ അവിടുത്തെ 2 ലോക്കൽ പോലീസുകാർ, 2-3 എനിക്ക് തോന്നുന്നു 3 ലോക്കൽ പോലീസുകാർ ഇവരെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇവരെ പിടിച്ചിട്ട് ബലം പ്രയോഗിച്ച് ചെറിയ രീതിയിലൊക്കെ മർദ്ദിക്കുന്നൊക്കെ ഉണ്ട്. ബലം പ്രയോഗിച്ചിട്ട് ഒരു കടയുടെ വരാന്തിയിലേക്ക് ഇവരെ ചേർത്ത് നിർത്തുകയാണ്. ബസ് കടന്നുപോയി. ഇതൊക്കെ നമ്മൾ കാണുകയാണ്. ഇതിന്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോഴാണ് ഇതൊക്കെ ഇവരെ കടയുടെ ഒരു മുന്നിലേക്ക് മാറ്റി നിർത്തിയപ്പോഴാണ് ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു വണ്ടി അവിടെ നിർത്തിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് 5 ആൾക്കാർ ചാടി ഇറങ്ങുന്നത്.
അതിൽ മുന്നില് ഈ അനിൽ എന്ന് പറയുന്ന ഇയാളുടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, ഇയാളുടെ കയ്യിൽ ലാത്തിയൊന്നുമില്ല, ലാത്തിയുടെ ഇരട്ടി വലിപ്പമുള്ള ഒരു മുട്ടൻ വടി. അത്തരം മുട്ടൻ വടികളാണ് ഈ 5 പേരുടെ കയ്യിലുള്ളത് കേട്ടോ. ഈ 5 പേര് ചാടി ഇറങ്ങിയിട്ട് അതായത് ലോക്കൽ പോലീസുകാര് അവരുടെ കസ്റ്റഡിയിലെടുത്ത എന്ന് പറഞ്ഞാൽ അവര് ഒരു അരികിലേക്ക് മാറ്റി നിർത്തിയ ആ പോലീസുകാരെ ഉൾപ്പെടെ തള്ളി മാറ്റിയിട്ട് അതിൻ്റെ അടുത്ത് ആ പോലീസുകാർ വീണു പോകുന്നുണ്ട്. എന്നിട്ട് ഈ 2 ചെറുപ്പക്കാരെ മുട്ടൻ വടി ഉപയോഗിച്ചിട്ട് തലമണ്ടടിച്ച് പൊട്ടിക്കുകയാണ് ഈ പറയുന്ന അനിലും കൂടുതൽ അനില്, സന്ദീപ്, വേറെ 3 എണ്ണം. ഇവർ തലമണ്ടടിച്ച് പൊട്ടിച്ചിട്ട് വണ്ടിയിൽ ചാടിക്കറി പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് കാരണഭൂതത്തോട് ചോദിക്കുന്നത് ഈ പരിപാടി. അപ്പൊ കാരണഭൂതം എന്താ പറഞ്ഞത്? അത് കാരണഭൂതൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പെയാണ് കേട്ടോ. അതായത് ഇമ്മാരി പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ, അതായത് ഈ യാത്ര ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഈ യാത്ര യഥാർത്ഥത്തിൽ കണ്ണൂരിൽ നിന്ന് തുടങ്ങി, കണ്ണൂരിലെത്തിയപ്പം ഈ യാത്ര അങ്ങ് കാസർഗോഡ് നിന്ന് തുടങ്ങി ഇങ്ങനെ പോവുകയാണല്ലോ. അങ്ങനെ കണ്ണൂരിലെത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പ്രതിഷേധ പ്രകടനം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ തലമണ്ട മുഴുവൻ ഇമാതിരി ഗുണ്ടകൾ, ഇവരുടെ കൂടെ വന്ന ഈ ഗൺമാൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരും അതിന്റെ കൂടെ SFIയുടെ DYFIയുടെ ഒക്കെ ഗുണ്ടകളുണ്ട്, CPMന്റെ ഒക്കെ ഗുണ്ടകൾ. ഈ ഗുണ്ടകള് ഈ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് ആൾക്കാരെ മുഴുവനും ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തലമണ്ട അങ്ങനെ അടിച്ചു പൊട്ടിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാണല്ലോ, അതൊന്നല്ല, അത് രക്ഷാപ്രവർത്തനാണ്, അടിച്ചു പൊട്ടിച്ചതൊന്നല്ല, അത് രക്ഷാപ്രവർത്തനാണ്. ഈ യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാര് വണ്ടിയുടെ മുന്നിലേക്ക് ചാടുന്ന് വിചാരിച്ചിട്ട് ഓരെങ്ങനെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ തള്ളി മാറ്റി കൊണ്ടുവന്നാണ്, അത്രയേ ഉള്ളൂ. അതല്ലാതെ തലമണ്ടടിച്ചു പൊട്ടിച്ചതൊന്നും അല്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ എന്ന് പറഞ്ഞ അതിക്രൂരൻ അല്ലേ, അതിനിഷ്ഠൂരനായ പിണറായി വിജയൻ ഈ ആലപ്പുഴ എത്തിയപ്പോഴാണ് ഈ 2 യൂത്ത് കോൺഗ്രസുകാരുടെ തലമണ്ടടിച്ച് പൊട്ടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, പത്രക്കാർ ചോദിച്ചപ്പോൾ മൂപ്പര് പറയാമല്ലോ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ആര് തലമണ്ടടിച്ച് പൊട്ടിക്കോ? എന്റെ ഗൺമേനോ? ഇല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ വണ്ടിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കല്ലേ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ചോദിച്ചു, ഇവിടെ ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ TV ചാനലിൽ വരുന്നുണ്ടല്ലോ, TV ചാനലിന്റെ ദൃശ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതൊന്നും ഇല്ല, അടിച്ചു പൊട്ടിച്ചിട്ടില്ല, തല അടിച്ചു പൊട്ടിച്ചിട്ടില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നിയാണ്, പോയിക്കോളി. ആര്? പിണറായി വിജയൻ എന്ന് പറഞ്ഞ കള്ളൻ അല്ലേ? കള്ളനല്ലാതെ ഇയാളെ തെമ്മാടി കള്ളൻ എന്നല്ല, പിന്നെ ഇയാൾ എന്താ വിളിക്കുക? നിങ്ങൾ പറ, ഇയാളെ എന്താ വിളിക്കേണ്ടത്? ലോകര് മുഴുവൻ കണ്ടു അല്ലേ? യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മുഖ്യമന്ത്രിയുടെ കൂടെ സഞ്ചരിക്കേണ്ട ആളല്ലേ? ഇയാളെ യഥാർത്ഥത്തിൽ ഈ ബസ്സില് മുഖ്യമന്ത്രിയുടെ കൂടെ സഞ്ചരിക്കേണ്ടതാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകരും. ഇവര് 2-3 എന്താ പറയാ, ഈ ബസ് പോയി കഴിഞ്ഞിട്ട് അതിന് പിന്നിൽ വേറൊരു വാഹനത്തിലാണ് ഈ ഗുണ്ടാ സംഘം സഞ്ചരിക്കുന്നത്. മുഖ്യമന്ത്രി പോയി കഴിഞ്ഞപ്പോഴാണ് ഇവരിങ്ങനെ അർമാദിക്കല് എന്ന് പറഞ്ഞാൽ വഴിയിൽ കാണുന്ന ആൾക്കാരൊക്കെ തച്ച് കൊന്നാലും ഒരു പ്രശ്നമില്ല. ഈ യൂത്ത് കോൺഗ്രസ്കാരൊക്കെ ഞങ്ങൾ തലമണ്ട അടിച്ച് പൊട്ടിക്കും, തച്ച് കൊല്ലും, ഒരു പ്രശ്നമില്ല. നമ്മളെ കാരണഭൂതം ഒരാൾക്ക് രക്ഷാപ്രവർത്തനം, നിങ്ങൾ കൊന്നോളിയിടോ, നിങ്ങൾ തലമണ്ട അടിച്ച് കൊന്നോളി, പ്രശ്നമില്ല. നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കൂലേ? എന്നിട്ട് ഇതിങ്ങനെ സാഡിസം മൂത്തിട്ടെ എന്ന് പറഞ്ഞ അടിച്ചു കൊല്ലുക, ഒരു പ്രശ്നമില്ല. കാരണഭൂതം ഉണ്ടല്ലോ, അതാണ് സംഭവിച്ചത്. അന്നത്തെ ആ SI റിപ്പോർട്ട് കൊടുത്തു. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ 5 പേരും ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ ഈ റിപ്പോർട്ട് കൊടുത്ത ഈ എന്താ ചൈത്ര തെരേസ ജോൺ അല്ലേ, ചൈത്ര തെരേസ ജോൺ എന്ന് പറയുന്ന SIയെ സ്ഥലം മാറ്റി എന്ന് പറഞ്ഞ് മിണ്ടപ്പാടില്ല. മറ്റാണ് ADGP. ഏത് ADGP? നമ്മുടെ നേരത്തെ തന്നെ PV അൻവർ പറഞ്ഞിരുന്നല്ലോ. ഇയാളെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ADGP എന്ത് ചെയ്തു? ഈ എന്താ പറയാ, ഇവരുടെ കേസ് ഡയറി വാങ്ങിക്കൊണ്ടുവന്ന് അതൊക്കെ മൂപ്പര് തിരുത്തി എന്ന് പറഞ്ഞാൽ ഈ 5 ആൾക്കാരും മുഖ്യമന്ത്രിയുടെ ഗുണ്ടാ സംഘം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൊല്ല, ആൾക്കാർ മുഴുവൻ കൊല്ല, തലമണ്ടടിച്ച് പൊട്ടിക്കാം, ഈ കാരണത്തിൽ ആരും ചോദിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഇവിടെ നടത്തിയ, അതായത് കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ കേരളത്തിൽ നടത്തിയ നരവേട്ട അല്ലേ, അതാണ് പൊളിഞ്ഞത്. ഷൗക്കത്ത് അലി എന്ന് പറയുന്ന പുലിക്കുട്ടി അല്ലെ കടന്നു ചെന്ന് VD സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോര വീണാൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് നൊന്താൽ കണക്ക് ചോദിക്കും വിജയ, കണക്ക് ചോദിക്കും പറയുന്നു. VD സതീശൻ കണക്ക് ചോദിക്കുകയാണ്. കണക്ക് ചോദിക്കുക മാത്രമല്ല, കാണിച്ചു കൊടുക്കുകയാണ്.